ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. എല്ലാവർക്കും സൈലം ബാങ്കിങ്ങിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആയ ഡിസ്കൗണ്ട് കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് കൺസെപ്റ്റിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കിപ്പോ ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആയ ഡിസ്കൗണ്ടിന്റെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് ബേസിക് ക്വസ്റ്റൻസും സെക്കൻഡ് പാർട്ടിൽ ഇതിന്റെ കുറച്ച് അഡ്വാൻസ് ക്വസ്റ്റൻസും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി വീഡിയോയിലേക്ക് പോകും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റൻ അല്ല, ഡിസ്കൗണ്ട് കൺസെപ്റ്റ് നോക്കാം. ഓക്കെ, ബേസിക്കലി ഡിസ്കൗണ്ട് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ മെയിൻലി പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്? സി പി അല്ലേ, സി പി പഠിച്ചു കാണും, എസ് പി പഠിച്ചു കാണും. ഇപ്പം നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് എം പി. എം പി എന്ന് പറയുമ്പോൾ എന്താണ്? മാർക്ക്ഡ് പ്രൈസ്. മാർക്ക്ഡ് പ്രൈസ് ആണ്. അതായത് നമ്മൾ സ്റ്റേഷനറി ഷോപ്പിൽ പോയി ഒരു ഒബ്ജക്റ്റ് വാങ്ങുകയാണെങ്കിൽ, ഒരു ആർട്ടിക്കിൾ വാങ്ങുകയാണെങ്കിൽ അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ്. ഈ മാർക്ക് പ്രൈസിന് മറ്റ് പേരുകളുണ്ട്. ചിലപ്പോൾ അതിനെ ലേബിൾഡ് പ്രൈസ് എന്ന് പറയും. ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. ലേബിൾഡ് പ്രൈസ് എന്ന് കാണും, അല്ലെങ്കിൽ എന്താണ് അഡ്വർടൈസ്ഡ് പ്രൈസ്. അഡ്വർടൈസ്ഡ് പ്രൈസ് എന്ന് കാണാറുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റഡ് പ്രൈസ് എന്ന് കാണാറുണ്ട്. എല്ലാം സെയിം തന്നെ കേട്ടോ. അതായത് നമ്മൾ MRP എന്നൊക്കെ പറയുന്ന പോലെ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾ മാർക്ക് ചെയ്തേക്കുന്ന പ്രൈസ് ആണ് മാർക്ക് പ്രൈസ്. ബേസിക്കലി നമുക്ക് അറിയാമായിരിക്കും, പ്രോഫിറ്റ് ലോസിന്റെ ബേസിക് പഠിച്ച ആളുകൾക്ക് CP എന്ന് പറയുമ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആണ്. ദാറ്റ് ഈസ് മുടക്ക് മുതൽ അല്ലേ. നമ്മൾ വാങ്ങി ഒരു ഷോപ്പ് കീപ്പർ ഞാനാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ആർട്ടിക്കിളിൻ്റെ പ്രൈസാണ് കോസ്റ്റ് പ്രൈസ്. അതായത് ഉദാഹരണത്തിന് ആർട്ടിക്കിൾ A ഞാനാണ് ആ ഷോപ്പ് കീപ്പർ എങ്കിൽ, ഞാനൊരു ഹോൾസെയിൽ ഇടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എനിക്ക് ഒരു ആർട്ടിക്കിൾ കിട്ടുന്ന 100 റുപ്പീസിനാണ്. ഞാൻ സെയിൽ ചെയ്യുന്നത് 120 റുപ്പീസിനാണ്. ഞാനത് മാർക്ക് ചെയ്യുന്നത് 130 ആയിരിക്കും. ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ നോക്കൂ. ഞാൻ ഓരോ പാരാമീറ്റേഴ്സിന് മുകളിൽ കൊടുക്കാം. കോസ്റ്റ് പ്രൈസ് ആണ്, ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്, വിൽക്കുന്ന വില. ഇത് മാർക്ക് പ്രൈസ് ആണ്. നോക്കിക്കേ, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കൂ, 100 റുപ്പീസിന് ഷോപ്പ് കീപ്പർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. 100 റുപ്പീസിന് ഷോപ്പ് കീപ്പർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. അത് മാർക്ക് ചെയ്യുന്നത്, അതായത് എൻ്റെ ഷോപ്പ് എനിക്ക് 100 റുപ്പീസിനാണ് കിട്ടുന്നത്, അത് ഞാൻ മാർക്ക് ചെയ്യുന്നത് 150 റുപ്പീസിനാണ്. അപ്പോൾ എന്ത് ചെയ്തത്? ഈ 100 റുപ്പീസ് ഞാൻ എന്ത് ചെയ്തോടെ? ഞാൻ അവിടെ മാർക്ക് അപ്പ് ചെയ്തു. മാർക്ക് അപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ നോക്കിക്കേ, സെല്ലിംഗ് പ്രൈസ് ആണ്. ഉദാഹരണം നോക്കൂ, ഏറ്റവും സിമ്പിളായിട്ട് 100 റുപ്പീസിന് പ്രൊഡക്റ്റ് വാങ്ങുന്നു, അത് മാർക്കപ്പ് ചെയ്ത് 150 എന്ന വിലയ്ക്ക് മാർക്കപ്പ് ചെയ്യുന്നു. അതിനുശേഷം കസ്റ്റമർ വരുമ്പോൾ അവിടെ പ്രോബബ്ലി എന്താണ്, ഡിസ്കൗണ്ട് കൊടുത്തേക്കാം. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഈ കൺസെപ്റ്റിൽ ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എത്രയാ? 10% ഡിസ്കൗണ്ട് കൊടുക്കുകയെന്ന് വിചാരിക്കുക. 10% ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ 150 രൂപയുടെ ആ പ്രൊഡക്റ്റ് മാർക്ക് ചെയ്യുന്നു, 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ എത്രയാ? 150 10% 15 പോകുന്നു. അവിടെ സെല് ചെയ്യുന്നത് 135 റുപ്പീസിനായിരിക്കും. അപ്പോൾ നമുക്ക് 3 പാരാമീറ്റേഴ്സ് കിട്ടി. ആ ഷോപ്പ് കീപ്പർ വാങ്ങി എത്രയായിരുന്നു? 100 റുപ്പീസ് ആയിരുന്നു. അവർ മാർക്കപ്പ് ചെയ്തു. മാർക്കപ്പ് ചെയ്തത് 50 റുപ്പീസാണ്. അതായത് മാർക്കപ്പ് ചെയ്തത് 150ക്കാണ്. അതായത് എനിക്ക് വേണമെങ്കിൽ എഴുതാം, ഇവിടെ 50% എന്ത് ചെയ്തു? മാർക്കപ്പ് ചെയ്തു. 100 രൂപയുടെ പ്രൊഡക്റ്റ് 50% മാർക്കപ്പ് ചെയ്തു. 150 മാർക്ക് പ്രൈസ് ആണ്. അവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എത്രയാണ്? 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. സോ 150 10% 15 ആണ്. 150 - 15 135. ക്ലിയർ അല്ലേ? ഇതാണ് ബേസിക് കൺസെപ്റ്റ് വരുന്നത്. CP, SP, MP. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത് നോക്കൂ. അതായത് മാർക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് നോക്കൂ. മാർക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാർക്ക് അപ്പ് വാല്യൂ എത്രയാണ് മാർക്ക് അപ്പ് ചെയ്യുന്നത്? മാർക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് CP യിൽ നിന്നും എന്താണോ അധികം ഈടാക്കുന്നത്, അല്ലെങ്കിൽ അധികം വാല്യൂ മാർക്ക് ചെയ്യുന്നത്. അപ്പം MP - CP ആയിരിക്കും എന്ത്? മാർക്കപ്പ് വാല്യൂ. അതുപോലെ ഡിസ്കൗണ്ട് വാല്യൂ. ഡിസ്കൗണ്ട് വാല്യൂ എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു MP ആണ് ഡിസ്കൗണ്ട് കൊടുക്കുക. എപ്പോഴും മനസ്സിലാക്കുക, വിത്ത് റെസ്പെക്ട് ടു MP മാർക്ക് ചെയ്ത പ്രൈസിന്റെ ബേസിലാണ് ഡിസ്കൗണ്ട് കൊടുക്കുക. ഡിസ്കൗണ്ട് വാല്യൂ എന്ന് പറയുമ്പോൾ MP - SP ആയിരിക്കും. ഈ കാര്യം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഡിസ്കൗണ്ടിൽ പഠിക്കേണ്ടത്. MP, SP, CP. MP എന്ന് പറയുന്നത് മാർക്ക് പ്രൈസ് ആയിരിക്കും. SP എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. CP എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. CP ഷോപ്പ് കീപ്പറിന്റെ മുടക്ക് മുതലാണ്, വാങ്ങിയ പൈസയാണ്. മാർക്കപ്പ് ചെയ്യുന്നു, 100നേക്കാളും 50% കൂടി മാർക്ക് ചെയ്യുന്നു, 150 മാറുന്നു. ആ MP യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. എത്രയാണ്? 150ന്റെ 10% മീൻസ് 15 രൂപ, 15 ആണ്. 150 - 15 135 ഈസ് ദ സെല്ലിംഗ് പ്രൈസ്. എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും അറിഞ്ഞിരിക്കുക, മാർക്ക് പ്രൈസ് വിത്ത് റെസ്പെക്ട് ടു MP ആയിരിക്കും, മാർക്ക് പ്രൈസ് ആയിരിക്കും എന്ത് കൊടുക്കുക? ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ മാർക്ക് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ ഈസ് ₹1
1400 അല്ലേ 1400 after allowing a discount of 40%, the dealer makes a profit of 220. After allowing a discount of 40%, the dealer makes rupees എത്ര പറഞ്ഞേക്കുന്ന പ്രോഫിറ്റ് 220 ആണ്. അങ്ങനെയെങ്കിൽ സി പി കാണണം. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കറിയാം മാർക്കറ്റ് പ്രൈസ് 1400 ആണ്. മാർക്കറ്റ് പ്രൈസ് 1400 ആണ്. ആഫ്റ്റർ അലോയിങ് എ ഡിസ്കൗണ്ട് ഓഫ് 40%, ഡിസ്കൗണ്ട് 40% കൊടുക്കും. ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1400 ആണ്. എം പി ഈക്വൽ ടു 1400. ഈ എം പിയിൽ നിന്നും ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം കിട്ടുന്ന എന്താ? എം പി മാർക്ക് ചെയ്ത പ്രൈസ് ആണ്. ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അത് സെല്ലിംഗ് പ്രൈസായി മാറുന്നു. എം പിയുടെ മുകളിൽ എത്രയാണ് ഡിസ്കൗണ്ട് വരുന്നത്? 40% ഡിസ്കൗണ്ട് ആണെങ്കിൽ ബാക്കി 60% വരുള്ളൂ. അപ്പോൾ എന്താ? എൻ്റെ എസ് പി ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഈ 1400ൻ്റെ 1400ൻ്റെ 40% പോയി ബാക്കി 60% ഇൻറ്റു 60% ഇൻറ്റു 3/5 ഇതിലും കറക്റ്റ് തന്നെ കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ, ക്രോസ് കട്ട് ചെയ്യാം. 0/14 ഇൻറ്റു 6 ആണ് 84840 ആണ് സെല്ലിംഗ് പ്രൈസ്. ഇതിൻ്റെ എം പി മാർക്ക് ചെയ്ത പ്രൈസ് 1400 ആണ്. സെല്ലിംഗ് പ്രൈസ് ഡിസ്കൗണ്ടിന് ശേഷം 40% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 840 ആണ്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കേ. സ്റ്റിൽ എത്രയാണ് പറഞ്ഞേക്കുന്നത്? ഡീലർ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 220. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കറിയാം കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ പ്രോഫിറ്റ് വരുമ്പോഴാണ് എന്താവുന്നത്? സെല്ലിംഗ് പ്രൈസ് ആവുന്നത്. ഈ സെല്ലിംഗ് പ്രൈസ് ആണ് 840 എങ്കിൽ എനിക്കറിയാം എന്താണ് കോസ്റ്റ് പ്രൈസ് കാണാൻ അറിയണ്ടേ? ഈ കാണുന്ന പ്രോഫിറ്റ് എത്രയാണ്? 220, വിച്ച് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. 220 ഈക്വൽ ടു 840 ആണ്. സി പി പ്ലസ് 220 ഈക്വൽ ടു 840 ആണ്. ദെൻ സി പി ഈക്വൽ ടു എത്ര വരും? 840 മൈനസ് 220 ആണ്. 20 ഇവിടെ 6 വരും. 620 ആണ്. മൈ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഏറ്റവും സിമ്പിൾ ബേസിക് കൺസെപ്റ്റ് ആട്ടോ. ഡിസ്കൗണ്ടിൻ്റെ ഏറ്റവും പക്കായ ബേസിക് കൺസെപ്റ്റ് പറഞ്ഞു പോകുന്നത്. നമുക്ക് അടുത്ത വീഡിയോ ഒന്നുകൂടി എന്ത് ചെയ്യാം? അഡ്വാൻസ് ആയ മോഡറേറ്റ് ആയ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എം പി ആണ്. എം പിയിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് കുറയുന്നു? ഡിസ്കൗണ്ട് കുറയുന്നു. എസ് പി ആയി മാറും. എസ് പി എന്ന് പറയുന്നത് എന്താണ്? എസ് പി ഈസ് എന്താണ്? സി പി യേക്കാൾ എന്തധികം മാർക്ക് ചെയ്യുന്നു? സി പി യേക്കാൾ എന്തധികം കിട്ടുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. സി പിയിൽ നിന്നും പോകുന്നത് എസ് പി ആണ്. എസ് പി എവിടെ നിന്നാണ് കിട്ടുന്നത്? എം പിയിൽ നിന്നും ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് എസ് പി എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ സ്റ്റോൺ വാസ് ബോട്ട് ബൈ ₹3560 at Jaipur. The sum of ₹1440 was spent on making a ring with the stone. It was advertised for sale in Bombay for ₹8,000. If a discount of 18.75% was given, then the percentage profit made was. ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് ഓഫ് 18.75% അല്ലേ? നമ്മൾ പെർസെൻറ്റേജ് ഫ്രാക്ഷനിൽ പഠിക്കുന്നതാണ്. 1/1 എത്രയാണ്? 1/2 എത്രയാണ്? ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് ഫ്രാക്ഷൻ പഠിക്കുന്നതാണ്. 18.75 എത്രയാണ്? 18.75 എന്ന് പറയുന്നത് എത്രയാണെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും. ക്ലിയർ അല്ലേ? ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഒന്ന് ചെയ്ത് നോക്കാം. 18.7 എത്രയാ? ആലോചിച്ച് നോക്കിക്കേ. 18.75 എത്രയാ? 3/16 അല്ലേ? 3/16 അല്ലേ? പെട്ടെന്ന് ചെയ്യാം. 3/16 ആണ്. സ്റ്റോൺ വാസ് ബോട്ട് ഫോർ ₹3560. നമുക്ക് എന്ത് ചെയ്യാം? എസ് പിയും സി പി എം പിയും പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് ഈ കാണുന്ന ഡിസ്കൗണ്ട് ആയ 3/16 കുറയ്ക്കാം. സി പി എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിലെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3560 ആണ്. അതിൻ്റെ കൂടെ നോക്കിക്കേ, ഹി സ്പെൻഡ് ₹1440 ഓൺ മേക്കിംഗ് ചാർജ് ആണ്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യേണ്ടേ? 1440 ആണ്. ആഡ് ചെയ്യുന്നു. 000 എത്ര കിട്ടി? 4000 കിട്ടി. 4000 കിട്ടി. സി പി ഈക്വൽ ടു 4000 ആണ്. സി പി 4000 ആണെങ്കിൽ എം പി എത്ര കിട്ടണം നോക്കി? ക്വസ്റ്റനിൽ ഗിവൺ എം പി ഈക്വൽ ടു 8,000 ആണ്. 8,000 ആണ്. സി പി ഈക്വൽ ടു 4000 ആൻഡ് എം പി ഈക്വൽ ടു 8,000 ആണ്. ഇപ്പോൾ ഡിസ്കൗണ്ട് ഓഫ് 18.7. വാട്ട് ഈസ് 18.75? 18.75 3/16 ആണ്. 3/16 കുറയുന്നുവെങ്കിൽ എവിടെ നിന്നാണ് കുറയുന്നത്? എം പിയിൽ നിന്നാണ് കുറയുന്നത്. ഫോർ എസ് പി ഈക്വൽ ടു 8,000 ഇൻറ്റു 3/16 കുറയല്ലേ? നോക്കിക്കേ, 3/16 കുറയുക എന്ന് പറയുമ്പോൾ 3 പാർട്ട് കുറയുന്നു. 13/16 ആവുന്നു. സോ 8,000 ഇൻറ്റു 13/16. നോക്കിക്കേ, 8,000 ഇൻറ്റു 13/16 ആണ് എൻ്റെ എസ് പി എന്ന് പറയുന്നത്. കട്ട് ചെയ്ത് കളയാലോ? ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ പ്രോഫിറ്റ് ആണ് കണ്ടത്. ഫോർ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സി പിയും എസ് പിയും വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്ന് നോക്കിക്കേ, എൻ്റെ സി പി എനിക്കറിയാം എത്രയാണ്. രണ്ടും ഒരുമിച്ച് മാർക്ക് ചെയ്യാം. നമുക്ക് സിമ്പിൾ ആയിരിക്കും. സി പിയും എസ് പി മാർക്ക് ചെയ്യാം. സി പി എത്രയാ? 5,000 അല്ലേ? സി പി 5,000. ഇവിടെ ഇത് മാറിപ്പോയ 4,000 അല്ല 5,000 അല്ലേ വരും? 5,000 ആണ്. എസ് പി മറുഭാഗത്ത് എത്രയാ? 8,000 ഇൻറ്റു
13/16 രണ്ട് ഭാഗത്തും 13/16 റേഷ്യോ കണക്ട് ചെയ്തു. കട്ട് ചെയ്ത് കളയാം, നോർമൽ വാല്യൂസ് കട്ട് ചെയ്യാം. സീറോസ് കട്ട് ചെയ്തു, 000 കട്ട് ചെയ്തു. 8ഉം 16ഉം 2 ടൈംസ് ആണ്. ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ 5 2s എന്ത് കിട്ടും? 5 2s 10 കിട്ടും. 10ഉം 13 കിട്ടും. 10:13 ആണ്. 10 റുപ്പീസിന് വാങ്ങിയ പ്രൊഡക്റ്റ് 13 സെൽ ചെയ്യുന്നു. 3 പാർട്ട് അധികം കിട്ടുന്നു. ദെർഫോർ മൈ ആൻസർ ഈസ് 3/10 ആണ്. 3/10 മീൻസ് 30%. 30% പ്രോഫിറ്റ് വരിക. സോ മൈ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും നെക്സ്റ്റ് കാണാം. ഓക്കെ, താങ്ക് യു.